ഹലോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം, വണക്കം. അപ്പോൾ വീണ്ടും അതുപോലെ കുറച്ച് മൂവീസ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആവേശത്തോടു കൂടി അപ്ഡേറ്റിലോട്ട് പോകാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഫഹദ് ഫാസിലിന്റെ പുതിയ ചിത്രമായ ആവേശത്തിന്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഒരു സൈക്കോ ആയിട്ടാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട്. ജിത്തു മാധവനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്, രോമാഞ്ചത്തിന്റെ സംവിധായകൻ. അപ്പം രോമാഞ്ചമായിട്ട് നല്ല ബന്ധമുള്ള ഒരു സിനിമയാണ്. ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് കൂട്ടിക്കോ ആവേശം. ഒരു പോസ്റ്റർ കണ്ടിട്ട് എനിക്കൊരു സൈക്കോ ആയിട്ടാണ് തോന്നുന്നത്. ഫഹദ് ഫാസിലിന്റെ ലുക്കും കാര്യം കണ്ടിട്ട് ഒരു കോമഡി മൂവി, രോമാഞ്ചം പോലെ അതുപോലത്തെ തന്നെ ഒരു മൂവി തന്നെയാണ്. എന്തായാലും അത് ഏപ്രിൽ 2024 ഏപ്രിൽ 11 ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത്. വിഷു പൊളിയാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് മോനെ. പ്രത്യേകിച്ച് ഫഹദ് ഫാസിൽ ഇച്ചിരി സൈക്കോ ഒക്കെ ആയിട്ടാണെങ്കിൽ പൊളിയായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ RDXന്റെ ഒക്കെ നിർമ്മാതാക്കൾ, അതായത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ, അവരുടെ 7ാമത്തെ ചിത്രം നമ്മുടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആന്റണി വർഗീസ് ആണ് ചിത്രത്തിൽ നയനായിട്ട് വരുന്നത്. ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂള് ആരംഭിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അജിത് മാമ്പള്ളിയാണ്. അപ്പം അത് നടക്കട്ടെ, അങ്ങനെ ഗംഭീരമാവട്ടെ. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നിവിൻ പോളി, ഡിജോ ജോസ് ആന്റണിയുടെ പുതിയ ചിത്രമായ നിവിൻ പോളി 43 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ഫെബ്രുവരി 9 റിലീസ് ചെയ്യുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതായത് അടുത്ത വർഷം ഫെബ്രുവരി 9. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടില്ല, പേര് വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ 9 എന്ന് എങ്ങനെ കിട്ടിയെന്നല്ലേ കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. നമുക്കറിയത്തില്ല, ചിലപ്പോൾ അത് മാറ്റുമോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ നമ്മുടെ നിവിൻ പോളിയുടെ വേറൊരു പടം വരാൻ പോകുന്നുണ്ട്. അഖിൽ സത്യനുമായിട്ടാണ് വരുന്നത്. പാച്ചുവും അത്ഭുത വിളക്കിന് ശേഷം അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ഇതൊരു ഫാന്റസി കോമഡി ഡ്രാമ മൂവി ആയിട്ടാണ് വരുന്നത്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥാപശ്ചാത്തലമാണ്. സത്യനന്ദിക്കാന്റെ സ്ഥിരം ആ ഒരു സംവിധാന ശൈലിയാണ് അഖിലിനും കിട്ടിയിരിക്കുന്നത്. ഇപ്പം നിവിൻ പോളിയുടെ ഈ ചിത്രം 2024 ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. 2024 എന്തായാലും ഷൂട്ടിംഗ് തുടങ്ങും. കുറച്ച് നല്ല പടങ്ങൾ വരുന്നുണ്ട് നിവിൻ പോളി. കുറച്ചെന്തോ പുള്ളിക്ക് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഈ മലയാള ഫീൽഡിൽ നിന്നെ തുടച്ചു നീക്കപ്പെടുമെന്ന്. അതുകൊണ്ട് കുറച്ചിപ്പം നല്ല സിനിമകളോട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. തിരിച്ചു വരണം. നല്ലൊരു കലാകാരനാണ്, നല്ലൊരു ആക്ടറാണ്, നല്ലൊരു എൻ്റർടൈനറാണ് നിവിൻ പോളി. പിന്നെ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയൊന്നും അല്ല, എന്നാലും ദുഃഖിക്കോ. നമ്മുടെ ചിയാൻ്റെ തങ്കല ജനുവരി 26 റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് കുറച്ച് പണി കിട്ടിയോന്ന് ഡൗട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ പെൻഡിങ്ങിൽ ഇരിക്കുന്നുണ്ട് കുറച്ചൊക്കെ. അതിന് കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ കുറച്ച് സീക്വൻസ് ഒക്കെ റീഷൂട്ട് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ചിലപ്പോൾ ജനുവരി 26 തങ്കലാൻ റിലീസ് ചെയ്യില്ല മക്കളെ. നല്ലൊരു എക്സ്പെക്ടേഷൻ ഉള്ളൊരു പടമാണ്. ചിയാൻ്റെ ഞെട്ടിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു പടം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ജനുവരി 26 ഇനി ഒരു മാസവും കുറച്ച് ദിവസം കൂടെ അല്ലേ, നമുക്ക് കാത്തിരിക്കാം. ചേഞ്ച് ചെയ്യൂ. കാരണം ചിയാൻ വിക്രമിൻ്റെ വേറൊരു പടം ധ്രുവനക്ഷത്രവും ഇതുപോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതും ഇച്ചിരി എന്തൊരു ഭാഗ്യക്കുറവുണ്ടെന്ന് തോന്നുന്നു അവിടെ ചിയാൻ. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സലാറിൻ്റെ ഫസ്റ്റ് ടിക്കറ്റ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ രാജമൗലിയാണ്. അതിൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ എൻ്റെ ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ചായിരുന്നു. ഗംഭീരമായ നല്ല പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. നല്ല രീതിയിൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സലാറിൻ്റെ. അപ്പം സലാർ 22 റിലീസ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും പോയി സലാർ കണ്ട് ഗംഭീരമാക്കുക. നല്ല പടം ആയിരിക്കും. KGF ഡയറക്ടർ അല്ലേ, KGF കൊള്ളാം എന്നൊക്കെ ആണ് അതിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. അവിടുത്തെ ആൾക്കാർ തന്നെ ഇങ്ങനെ പറയുന്നില്ലേ. നമ്മൾ തന്നെ ഒരു സിനിമ, സ്വന്തം സിനിമയെക്കുറിച്ച് നമ്മൾ ഒക്കെയല്ലേ പറയത്തുള്ളൂ. പ്രേക്ഷകർ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവത്തുള്ളൂ അത് KGF കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് 22 കണ്ടറിയും. പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗമാണ്. ഈ ചിത്രം ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ്, ഭൂതകാലത്തിൻ്റെ സംവിധായകൻ. ഇപ്പം മമ്മൂക്കയുടെ ഒരു വയസ്സൻ ലുക്കിലുള്ള ഒരു പ്രേതം ചിലപ്പോൾ സൈക്കോ ആയിരിക്കും. ഇതുപോലെ നമുക്കൊന്ന് ആ സമയത്ത്, അല്ലെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. ഗംഭീരമായിരിക്കും. അത് 100% ഉറപ്പായിരിക്കും. സിനിമ ഞെട്ടിച്ചിരിക്കുന്നു, കൺഫേം ആണ്. എന്തായാലും ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നെ ഇന്നലെ നമ്മുടെ മലൈക്കോട്ട വരീബൻ്റെ ഒരു ഫസ്റ്റ് സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഭീരമായൊരു സോങ്ങാണ്. എന്താ പറയുക, അതിനകത്ത് ആമേനിലെ ഒരു സോങ്ങിൻ്റെ ഒരു രീതിയിലൊക്കെ സിനിമ വിഷ്വൽസും ഒക്കെയാണ് ആ പാട്ട് കാണാൻ പറ്റുന്നൊരു പാട്ടാണ്. പിന്നെ ചിലവരൊക്കെ വീണ്ടും ഒരു ഒടിയൻ മണക്കുന്നുണ്ടെന്നൊക്കെ എൻ്റെ സീനും കുറച്ച് വിഷ്വൽസും കണ്ടിട്ടൊക്കെ പറയുന്നുണ്ട്. അവർ ഓർക്കേണ്ട ഒരു കാര്യം, ശ്രീകുമാർ മേനോനല്ല ലിജോ ജോസ് പല്ലിശ്ശേരി. എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ കുറച്ച് OTT അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് എന്നാൽ വരാൻ പോകുന്ന ആകെ 2 ഉള്ളൂ. രഞ്ജിത്ത് സിനിമ, നമ്മുടെ ആസിഫ് അലിയുടെ ഈയിടയ്ക്ക് ഇറങ്ങിയൊരു പടമാണ്. വളരെ പ്രതീക്ഷയോടെ ഇരുന്നൊരു പടം.
വമ്പൻ പരാജയമാണ്. ഇപ്പോൾ എല്ലാ തിയേറ്ററിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. 1-2 തിയേറ്ററിലൊക്കെ ഉള്ളൂ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. 5 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ മികച്ച തുകയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത്. ഇത് ചിലപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിന് മുമ്പായിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് വഴി നമുക്ക് കാണാൻ പറ്റും. സിനിമയുടെ ഒരവസ്ഥയെ ആസിഫ് അലി കുറച്ചും കൂടെ ഒന്ന് നല്ലൊരു കലാകാരനാണ്. ഇടയ്ക്കൊന്ന് കയറി വന്നതായിരുന്നു, പിന്നെ കുറച്ച് ഇപ്പോൾ 2-3 പടങ്ങൾ ഇങ്ങനെ ഫ്ലോപ്പായിട്ട് വരുന്നുണ്ട്. എന്തായാലും തിരിച്ചു വരും, നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ആനിമൽ, ഇപ്പോൾ ഏറ്റവും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ആനിമൽ ചിത്രവും നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് ജനുവരി 26-ന് നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് 1000 കോടി കടക്കുമോ ഇല്ലയോ എന്നാണ്. അതിന് മുമ്പായിട്ട് OTT അപ്ഡേറ്റും വന്നു. അത് കാത്തിരിക്കാം. 1000 കോടി കിടക്കുവാണെങ്കിൽ രൺബീറിന് വേറെ ഒരു ലെവലാക്കി പോകും. ഷാറുഖ് ഖാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ 1000 കോടി ക്ലബിൽ കയറാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെ വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഓക്കെ, ബൈ.